Hello dear children, welcome to Kids Area Online. ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. ഒന്നാം സമ്മാനം, രണ്ടാം സമ്മാനം, മൂന്നാം സമ്മാനം, നാലാം സമ്മാനം, അഞ്ചാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6 കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ക്ലാസ് 2 ഇന്റഗ്രേഷൻ ഡേ 2 എക്സാം ആയിരുന്നു. ആനുവൽ എക്സാം എങ്ങനെയുണ്ട്? ഇന്റഗ്രേഷൻ എക്സാം ഈസി ആണോ? ഇന്നത്തെ എക്സാം ഈസി ആയിരുന്നു അല്ലേ? ആൻസേഴ്സ് നോക്കാവോ? നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരികൾ കൂട്ടിച്ചേർക്കാം എന്നുള്ളതാണ്. ഗ്രാമോത്സവത്തിൽ കറുമ്പിക്കുയിൽ ഒരു പാട്ടുപാടി. തുടർന്ന് വരുന്ന വരികൾ കൂട്ടിച്ചേർക്കുക. മണിമലക്കാട്ടിലെ മഞ്ഞപ്പൂമ്പാറ്റെ പാറിപ്പറന്നു നീ വന്നാട്ടെ, പൂവിന് ചുറ്റും പാറി നടന്ന് പൂന്തേനുണ്ട് രസിച്ചാട്ടെ. അടുത്ത ആരാണ്? ആന. ഗ്രാമോത്സവത്തിന് വന്ന ആന. എങ്ങനെ എഴുതാം? മണിമലക്കാട്ടിലെ കുഞ്ഞനാനെ തുമ്പിക്കൈ വീശി വന്നാട്ടെ. എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. തുമ്പിക്കൈ വീശി വന്നാട്ടെ. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. തുമ്പിക്കൈ വീശി വന്നാട്ടെ, തുമ്പിക്കൈ വീശി വന്നാട്ടെ. അടുത്തെന്ത് പറയാം? കുളത്തിലിറങ്ങി നീരാടി തിന്നുമതിച്ചു രസിച്ചാട്ടെ. അല്ലെങ്കിൽ എന്ത് പറയാം? കരിമ്പിൻ തോട്ടത്തിൽ പോയി തിന്നുമതിച്ചു രസിച്ചാട്ടെ. അങ്ങനെ എഴുതാം. ഇനി രണ്ടാമത് മാനാണ്. മാൻ എങ്ങനെ എഴുതാം? മണിമലക്കാട്ടിലെ പുള്ളിമാനെ തുള്ളിച്ചാടി നീ വന്നാട്ടെ, പുല്ലും മേഞ്ഞു നടന്നു നീ തുള്ളിമറിഞ്ഞു രസിച്ചാട്ടെ. ഓക്കെ, അപ്പൊ ഇതുപോലെ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാനുള്ളതായിരുന്നു ഒന്നാമത്തെ ആക്ടിവിറ്റി. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റി രോഗങ്ങളും ജീവികളും. ഇവിടെ രോഗം പരത്തുന്ന ജീവി ഏതാണെന്ന് എഴുതുക. കോളറ പരത്തുന്നത് ആരാ? കോളറ. ഈച്ച. കോളറ പരത്തുന്നത് ആരാ? ഈച്ച. കോളറ പരത്തുന്നത് ഈച്ച. കൊതുക് പരത്തുന്ന കൊതുക് എന്താ പരത്തുന്നേ? കൊതുക് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. കൊതുക് എന്താ പരത്തുന്നേ? ഡെങ്കിപ്പനി, മന്ത്. ഡെങ്കിപ്പനി പരത്തും. പിന്നെ അതുപോലെ തന്നെ മന്തും പരത്തും. മലേറിയ എഴുതിയാലും ശരി തന്നെയാണ് കേട്ടോ. മന്ത്. എലിപ്പനി പരത്തുന്നത് ആരാ? എലി. കോളറ രോഗത്തിന്റെ ലക്ഷണങ്ങൾ വയറിളക്കം, ഛർദി. വയറിളക്കം, ഛർദി. ഓക്കെ, ഇതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി. മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം.
ഭക്ഷ്യവിഷബാധ, 4 പേർ ആശുപത്രിയിൽ. ഹോട്ടലുകളിൽ പരിശോധന, പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. പത്രവാർത്ത വായിച്ചല്ലോ. ആരോഗ്യമുള്ള ശരീരത്തിന് നല്ല ആഹാരശീലങ്ങൾ പാലിക്കണം. ശരിയായ ആഹാര ശുചിത്വ ശീലങ്ങൾ എഴുതുക. നല്ല എന്തെഴുതാം? ആഹാരം കഴിക്കുന്നതിന് മുമ്പും പിമ്പും, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ സോപ്പിട്ട് കഴുകണം. പഴങ്ങൾ കഴുകിയതിന് ശേഷം മാത്രമേ കഴിക്കാവൂ. ആഹാര സാധനങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കണം. നിറയെ വെള്ളം കുടിക്കണം. പഴകിയ ആഹാരം കഴിക്കരുത്. തുറന്നു വെച്ച ആഹാരം കഴിക്കരുത്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നല്ല ആഹാരശീലങ്ങളിൽ എഴുതാം. അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. 9ാമത്തത് ഡയറി എഴുതാം. ഗ്രാമോത്സവത്തിലെ വിശേഷങ്ങൾ ചേർത്ത് മണിക്കുട്ടൻ ഡയറി എഴുതി. മണിക്കുട്ടനായി സങ്കല്പിച്ച് ഡയറി തയ്യാറാക്കുക. ഗ്രാമോത്സവം നമ്മൾ ഇന്റഗ്രേഷൻ ഡേ 1ലും ഇന്റഗ്രേഷൻ ഡേ 2ലും ഗ്രാമോത്സവത്തിലെ വിശേഷങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്നു ഗ്രാമോത്സവത്തിൽ ഏതൊക്കെ ജീവികളാണ് പങ്കെടുത്തത്, ആരൊക്കെയാണ് ക്ഷണിച്ചത്, അവിടെ എന്തൊക്കെ നടന്നു, ആരൊക്കെ പാട്ടുപാടി, അതെല്ലാം ചേർത്തിട്ട് ഡയറി തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ മണിക്കുട്ടനായിട്ടാണെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഗ്രാമോത്സവത്തിന് കണ്ടത്, ആ കാര്യങ്ങൾ ഡയറി ആയിട്ട് എഴുതുക. 10ാമത്തത് തൊഴിൽ ചെയ്യുന്നവരുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ആരാണെന്ന് എഴുതുക. ആരാണ്? 1ാമത്തത് ആരാണ്? തപാൽക്കാരൻ അല്ലെങ്കിൽ പോസ്റ്റ്മാൻ എന്ന് എഴുതിയാൽ ശരി തന്നെയാണ് കേട്ടോ. തപാൽക്കാരൻ അല്ലെങ്കിൽ പോസ്റ്റ്മാൻ. തപാൽക്കാരൻ അല്ലെങ്കിൽ പോസ്റ്റ്മാൻ. ഇതാരാ? ഡ്രൈവർ. ഡ്രൈവർ. 3ാമത്തത് ആരാ? ഫോട്ടോഗ്രാഫർ. ഫോട്ടോഗ്രാഫർ. 3ാമത് ഫയർമാൻ എന്ന് എഴുതിയാൽ ശരിയാണ്. ഇനി അഗ്നിശമന സേനാംഗം എന്ന് എഴുതിയാൽ ശരിയാണ്. ഫയർമാൻ. ഫയർമാൻ. 5ാമത്തത് ഡോക്ടർ. ഡോക്ടർ. ഓക്കെ, ഇതായിരുന്നു 5ാമത്തെ ചോദ്യം. എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നല്ലോ. ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതിയില്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.